ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ റെയിൽവേ എക്സാംസിൽ വ്യത്യസ്തമായ റെയിൽവേ പരീക്ഷകളിൽ ചോദിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമ്മൾ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ്സും എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലും അതുപോലെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഫാക്ട്സും എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് റെയിൽവേ എക്സാംസിന് മാത്രമുള്ള ചോദ്യങ്ങൾ എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. CGL CHSL പോലത്തെ പരീക്ഷകളിൽ വരുന്ന ചോദ്യങ്ങളും എന്ത് തന്നെയാണ്, ഇതേ സ്റ്റാൻഡേർഡിലുള്ള ഇതേപോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. സോ എല്ലാ SSC പരീക്ഷകൾക്കും എല്ലാ RRB പരീക്ഷകൾക്കും ഒരു പരിധിവരെ കേരള PC പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ചോദ്യങ്ങളാണ് ഇതിലെ ഓരോന്നും എന്ന് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിടത്ത് തന്നെ നമുക്ക് തുടങ്ങാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പാഠം ഇട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി അതായിരിക്കണം ആ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്. പക്ഷെ എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഇത് പ്രിന്റർ അല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ഇത് പ്രിന്റർ അല്ല, ഇതിന്റെ പേര് വേറെ ഒന്നാണ്. അത് നമുക്ക് ഓപ്ഷൻ നോക്കി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ടച്ച് സ്ക്രീൻ നമുക്കറിയാം, ഇറ്റ് ക്യാൻ ബി ആൻ ഇൻപുട്ട് ഡിവൈസ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി ആൻ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ. ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തുകൂടിയാണ്, ഡിസ്പ്ലേ കൂടിയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു പ്യുവർലി ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് സ്ക്രീനിലേക്ക് തിരിച്ചു വരാം. പ്ലോട്ടർ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ലൈറ്റ് പെൻ ആയാലും ട്രാക്ക് ബോൾ ആയാലും മൗസ് പോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അത് രണ്ടും എന്ത് തന്നെയാണ്, അത് രണ്ടും നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. അതായത് മൗസ് പോലത്തെ ഒരു സാധനമാണെന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് പെൻ ആയാലും ട്രാക്ക് ബോൾ ആയാലും എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ളതാരാ, പ്ലോട്ടർ ആണ്. മക്കളെ ഈ കാണുന്ന ഡിവൈസിന്റെ പേരാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്താണ് ഈ പ്ലോട്ടർ, അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ പ്രിന്റർ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരും. പ്ലോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ സൈസ് പ്രിന്റർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് നമുക്ക് വേണ്ടുന്ന വലിയ ഗ്രാഫുകൾ, ഇതുപോലത്തെ വലിയ മാപ്പുകൾ, ഇങ്ങനെ വലിയ രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രാഫുകൾ മാപ്പുകളൊക്കെ വലിയ രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്രിന്ററിനെ കുറച്ചും കൂടെ കൂടിയ സാധനം, ഇപ്പം വലിയൊരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ചറൽ പ്ലാൻസ്, അത്തരത്തിലുള്ള വലിയ വലിയ ജൈജാന്റിക് ആയിട്ടുള്ള വലിയ സാധനങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലോട്ടർ എന്ന് പറയുന്ന ഡിവൈസ് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഹൈ സ്കെയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്കെയിലുള്ള ഒരു പ്രിന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഈ ലൈറ്റ് പെൻ ആയാലും ട്രാക്ക് ബോൾ ആയാലും അറിയാത്തവരുണ്ടെങ്കിൽ അതെന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് പോലെയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഡിവൈസസ് ആണ്. പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഡിവൈസസ് ആണ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ഡസ് OCR സ്റ്റാൻഡ്സ് ഫോർ? OCR എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് ചോദ്യം വരുന്നു പറഞ്ഞതുമാണ്. OCRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ്. അതായത് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ബാർകോഡ് സ്കാനറൊക്കെ പോലെ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റ് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട്, ഒപ്റ്റിക്കലി ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അബ്രീവിയേഷൻസ്, ഫുൾ ഫോംസ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ അബ്രീവിയേഷൻസ് ചോദിക്കുന്ന, ഫുൾ ഫോംസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കോഴ്സിൽ ഞാനൊരു PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കുക. അല്ലാത്തവർ എവിടെ നിന്നായാലും അത് പഠിച്ചെടുക്കുക. നമ്മളിപ്പോൾ കുറേ ഫുൾ ഫോംസ് നമ്മൾ ഈ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ എന്നിരിക്കലും മൊത്തത്തിൽ കുറേ ഫുൾ ഫോംസ് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാമല്ലോ. ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. 4 words have been given. 4 വാക്കുകൾ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് വിച്ച് 3 are alike in some manner and 1 is different. 3 ഒരുപോലെയാണ്, ഒന്നിന് വ്യത്യാസമുണ്ട്. എന്താണ് ആ ഓഡ് വൺ? ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓഡ് വൺ ഔട്ട് ഒക്കെ റീസണിംഗിലാണ്, പക്ഷെ കമ്പ്യൂട്ടറിലും വരുന്നുണ്ട്. CD-ROM ഉണ്ട്, ഫ്ലോപ്പി ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, കീബോർഡ് ഉണ്ട്. കണ്ട ഉടനെ നമുക്ക് പറയാൻ പറ്റും ഈ CD-ROM ആയാലും ഫ്ലോപ്പി ആയാലും ഹാർഡ് ഡിസ്ക് ആയാലും എന്തുമായി ബന്ധപ്പെട്ടതാണ്, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം കീബോർഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഇപ്പോൾ ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓഡ് വൺ ഔട്ട് ആരായേ പറ്റൂ, ഓഡ് വൺ ഔട്ട് നമ്മുടെ കീബോർഡ് ആയേ പറ്റൂ. CD-ROM ആയാലും ഫ്ലോപ്പി ആയാലും ഹാർഡ് ഡിസ്ക് ആയാലും എന്താണ്, മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ആർ ദ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് CPU ഇൻ എ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിലെ
CPU-ന്റെ 3 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഫുൾ ഫോം അറിയാത്ത ആളുകളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് CPU എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ പറയുമ്പോൾ CPU-ന് പ്രധാനമായും 2 ഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയാറുള്ളത്. ഇവിടെ 3 ചോദിച്ചേക്കുന്നത്. ആ 2 ഭാഗങ്ങൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ യൂണിറ്റും മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനുള്ള സംഭവം, രണ്ടാമത്തേത് ALU അഥവാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റും ആണ്. കാൽക്കുലേഷൻസ് ആയി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ALU എന്ന് പറയുന്നത്. ഈ 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മിക്ക സ്റ്റാൻഡേർഡ് സ്ഥലങ്ങളിലും കാണാം. പക്ഷെ ഇവിടെ 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റ്, ALU, കീബോർഡ്. കൺട്രോൾ യൂണിറ്റും ALU വളരെ ശരിയാണ്. പക്ഷേ കീബോർഡ് ഒരു പ്രൈമറി സാധനമാണോ? കീബോർഡ് ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ബുദ്ധിമുട്ടാണ്, പക്ഷെ പോസിബിൾ ആണ്. അപ്പോൾ അതല്ല. കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും അവിടെ നിൽക്കട്ടെ. മെമ്മറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സാധനം കൂടെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് നോക്കാം. മോണിറ്റർ, മെമ്മറി, കൺട്രോൾ യൂണിറ്റ്. മോണിറ്റർ ഒന്നും എന്തില്ല, പണി അറിയുന്നവൻ ആവശ്യമില്ല. മെമ്മറിയും കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിട്ട് മാത്രം എന്തില്ല, കാര്യമില്ല. മോണിറ്റർ, ALU, മെമ്മറി. അഗെയിൻ മോണിറ്റർ നമുക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി എന്ന് പറയുന്ന 3 കൂടെ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് വരും. അപ്പോൾ കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി ഇത് 3 എന്തെന്ന് പറയുന്നത് CPU-ന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നതിൽ. ഞാൻ വീണ്ടും പറയുന്നു, പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും കാണാറുള്ളത് CPU-ന്റെ പ്രധാനമായ കോൺസ്റ്റിറ്റ്യൂൻസ് എന്നുകൊണ്ട് നമ്മൾ കാണാൻ കൺട്രോൾ യൂണിറ്റും ALU ആണെന്ന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഭയങ്കര ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഞാൻ പറഞ്ഞെന്നുള്ളത് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ തന്നിട്ടുള്ളതിൽ കമ്പ്യൂട്ടറിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് മെമ്മറി, CPU, ALU. ഇടയിൽ ഒരു പേപ്പർ കണ്ടോ? എന്തായാലും നമ്മൾ മറ്റേ പുച്ഛിച്ച് തള്ളുന്നു. കിട്ടിയവന് ലോട്ടറി ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. സോ കണ്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ബോണസ് ആയിട്ട് 1 മാർക്ക് RRB അങ്ങോട്ട് അല്ലെങ്കിൽ SSC അങ്ങോട്ട് തരാൻ വിചാരിച്ചു അങ്ങോട്ട് എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അത്രയും നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇതിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സെറ്റല്ലേ? ആ ബോണസ് മാർക്കും വാങ്ങിക്കൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി വാട്ട് ഡസ് DASD സ്റ്റാൻഡ് ഫോർ? കൂട്ടത്തിലെ ഒരു പുതിയ അംഗമാണ്. നമ്മളങ്ങനെ കാണാത്തൊരു അബ്രീവിയേഷനാണ്, കാണാത്തൊരു കാര്യമാണ്. എന്താണ് DASD എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല, കാരണം ഇതൊക്കെ കുറച്ച് ഹൈ ലെവൽ സാധനങ്ങളാണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. DASD എന്നതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഞാൻ വേറെ എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്ന് ഓർത്ത് വെച്ചോ. DASD എന്ന് വെച്ച് കഴിഞ്ഞാൽ SD കാർഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ആ SD അവിടെ നിന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അല്ല, സ്റ്റോറേജ് ഡിവൈസ്. അത് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഹാർഡ് ഡിസ്ക് ആവാം, SSD ആവാം, ഒരു പുതിയ സാധനമാണ് എന്ത് ചെയ്താൽ മനസ്സിലാക്കി വെച്ചത്. ഭയങ്കര പുതിയതല്ല, എന്നാലും ഒരു പുതിയ സാധനമാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്. DASDയുടെ ഫുൾ ഫോം എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെ ഭാഗമല്ലാത്തത് എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്, ചോദിച്ചേക്കുന്നത്. CPU തന്നിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് ഓഫീസ് തന്നിട്ടുണ്ട്, മോണിറ്റർ തന്നിട്ടുണ്ട്, കീബോർഡ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും അത് CPU അല്ല, മോണിറ്ററും അല്ല, കീബോർഡും അല്ല. ഏതാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണ്. നമ്മൾ പറയാറുണ്ട് MS ഓഫീസ് എന്നല്ലേ, നമ്മുടെ പവർ പോയിന്റ്, എക്സൽ, അതുപോലുള്ള എല്ലാ വേർഡ്, ഇതുപോലുള്ള എല്ലാത്തിനെയും ചേർത്ത് ആ ഒരു പാക്കേജ് ആയിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MS ഓഫീസ് എന്ന് നമ്മൾ പറയുന്നത്. ആ MS ഓഫീസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെ ഭാഗമല്ല. അത് അതിൽ നമ്മൾ റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്. MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത്, MS ഓഫീസ് എന്ന് പറയുന്നത്. അതും സെറ്റല്ലേ? അടുത്തതിലോട്ട് പോവാലോ. അടുത്ത ചോദ്യം, എ ഹാർഡ് ഡിസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ടൈപ്പ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ടേർഷ്യറി ആണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ഓഫ്ലൈൻ ആണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി നമ്മൾ പറയാറുണ്ട്. പ്രൈമറി സ്റ്റോറേജ്, മെയിൻ സ്റ്റോറേജ്, പ്രൈമറി മെമ്മറി, മെയിൻ മെമ്മറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് 2 കാര്യങ്ങളാണുള്ളത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? റാമും റോമും ആണ് വരുന്നത് അല്ലേ. അതിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വഴി കുറച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. റാമും റോമും ആണ് അതിൻ്റെ പ്രധാന ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതല്ലാത്ത ഈ ഹാർഡ് ഡിസ്ക്, CD, DVD, ഫ്ലോപ്പി ഇതുപോലുള്ള പരിപാടി എല്ലാം എവിടെയാണ് വരുന്നത്? സെക്കൻഡറി സ്റ്റോറേജിലാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് മാത്രമല്ല, ഇനിയിപ്പോൾ ഏത് വേണേലും അവർക്ക് എടുത്ത് ചോദിക്കാം. ഹാർഡ് ഡിസ്ക്, അതുപോലെ നമ്മുടെ ഫ്ലോപ്പി ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലരും ജീവിതത്തിൽ ഫ്ലോപ്പി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് 1-2 വട്ടം ഇതാണ് ഫ്ലോപ്പി എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഫ്ലോപ്പി ഉണ്ട്. അതുപോലെ നമ്മുടെ CD-യും DVD-യും, ഇതും ഒരുപക്ഷെ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഉള്ള സാധനം തന്നെയാണ്. CD-യും DVD-യും കോമ്പാക്ട് ഡിസ്ക്, ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. CD-യും DVD-യും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫുൾ ഫോം ചോദിക്കാറുണ്ട്.
കോമ്പാക്ട് ഡിസ്ക്, അതുപോലെ DVD ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് എന്തെന്ന് പറയുന്നത്, DVD ഫുൾ ഫോം എന്ന് പറയുന്നത്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVD ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ആയാലും ഫ്ലോപ്പി ആയാലും CD ആൻഡ് DVD ആയാലും ഇനിയിപ്പോൾ ഒരു SSD ആയാലും ഇതെല്ലാം എന്താണ് ഈ പറയുന്ന പോലെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടറിന് ഭയങ്കര അനിവാര്യമൊന്നുമല്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, പല കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വില കുറഞ്ഞ കുറച്ചധികം ബൾക്കായിട്ട് ഡാറ്റ ആവശ്യമുള്ള സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെയൊന്നും കമ്പ്യൂട്ടറിൽ ഒരിക്കലും ഒരു റാം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 512 GB ആണ്, അത് 1 TB ആണെന്ന് നമ്മൾ പറയില്ല അല്ലേ, കാരണം അത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറിയാണ്. അതേസമയം ഹാർഡ് ഡിസ്ക് നമ്മൾ പറയാറുണ്ട് അത് 1 TB ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അത് 512 GB ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 2 TB ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ള കുറച്ചും കൂടെ ചീപ്പ് ആയിട്ടുള്ള അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രൈമറി സ്റ്റോറേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് റാമും റോമും. അതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റാൻഡം ആക്സസ് മെമ്മറി എല്ലാവർക്കും അറിയുന്നതാണ്, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്താണ്, റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി അല്ലെ, റീഡ് ഓൺലി മെമ്മറി ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റോം എന്ന് പറയുന്നത്. അപ്പോൾ റാം എന്ന് പറയുന്നത് റോം എന്ന് പറയുന്നതാണ് പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ മെയിൻ മെമ്മറി ആയിട്ട് വരുന്നത്. ബാക്കി നമ്മൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി, CD, DVD എന്നീ പറയുന്ന സാധനങ്ങളെല്ലാം എന്തിന് അണ്ടറിലാണ് വരുന്നത്, സെക്കൻഡറി സ്റ്റോറേജിനാണ് അണ്ടറിലാണ് വരുന്നതെന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഈ സെക്കൻഡറി സ്റ്റോറേജിനെ തന്നെ എന്തായാലും ഇത്രയും മനസ്സിലേക്ക് 1-2 പോയിന്റിലൂടെ പറഞ്ഞോട്ടെ. ഈ സെക്കൻഡറി സ്റ്റോറേജിനെ തന്നെ ചിലപ്പോൾ നമ്മൾ ഓക്സിലറി മെമ്മറി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബാക്കപ്പ് മെമ്മറി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 2 ടേമുകളാണ്, ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ ബാക്കപ്പ് മെമ്മറി എന്നൂടെ അറിയപ്പെടുന്ന ഏത് തന്നെയാണ്, ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജ് ആണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ പ്രൈമറി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ? എന്താ കഥ അല്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇതിനെ പറ്റിയല്ലേ. അപ്പോൾ പ്രൈമറി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഏതെന്ന് വെച്ചാൽ റാമും റോമും ആണ്. അതിൽ DVDയും വരൂല, USBയും വരൂല, CD-യും വരൂല എന്ന് എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി പറഞ്ഞു. DVD ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണെന്നും CD കോമ്പാക്ട് ഡിസ്ക് ആണെന്നും എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഫുൾ ഫോം തന്നെയാണ് USB എന്ന് പറയുന്നത്. USB പോർട്ട് എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറയുന്നതാണ്. അതിന്റെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. USB ഫുൾ ഫോം ആയിട്ട് വരുന്നത് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമോ ആവാം റോമോ ആവാം. ഇവിടെ റാം ആണ് തന്നത്, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പിക്ക് ചെയ്ത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുപോലെ അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് RD റാം? ഈ റാം കുറേ ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം ഉണ്ട്, അതിൽ SRAM, DRAM എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, എന്താണ് RD റാം എന്ന് പറയുന്നത്? ഇതും കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ചോദ്യമാണ്, അങ്ങനെ കണ്ടിട്ടില്ല. RD റാമിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. SRAM-ഉം DRAM-ഉം ഉണ്ട്. SRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം, DRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് റാം. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതറിയാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്യുക. ഇവിടെ അതിന് മുമ്പ് ഒരു 6 കൂടി ഉണ്ട്. അപ്പോൾ ഡൈനാമിക് റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത്രയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം. അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ആൻസർ ചെയ്യാം. കണ്ടോ, കാരണം DRAM നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഒരു പടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം DRAM ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്, അതേപോലെ ഡിസ്ക് റാൻഡം ആക്സസ് മെമ്മറിയാണ്, അല്ല ഡൈനാമിക് റാൻഡം അറേസ് മെറ്റീരിയൽ ആണ്. കൊള്ളാം, നല്ല ഭാവിയുണ്ട് ആ ഫുൾ ഫോം ഉണ്ടാക്കിയവന്. അതുമല്ല. അടുത്തത് ഡിസ്ക് റീഡ് ആക്സസ് മൊഡ്യൂൾ, അതുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആറിന് ഏതേ വരാൻ പറ്റുള്ളൂ, അത് റാംബസിനെ വരാൻ പറ്റുള്ളൂ. കാരണം DRAM എന്ന് പറയുന്നത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ RD റാമിന്റെ ഫുൾ ഫോം റാംബസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക മെമ്മറി എന്നാണ് നമ്മൾ പറയുക. അതായത് പവർ ഉണ്ടോ അവൻ പവറായിട്ട് വർക്ക് ചെയ്യും, പവർ ഇല്ലേ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു, ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമും റോമും ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. അതിലൊരു ചെറിയ പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം പറ്റിയെങ്കിൽ എക്സ്ട്രാ ആയിട്ട്, ഇതിൽ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പ്രൈമറി മെമ്മറിയിൽ
റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ ഉണ്ടെങ്കിൽ അവൻ എന്തുള്ളൂ, പവർ ഉള്ളൂ. പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ്റെ വെടി തീരും അല്ലെ, അവൻ്റെ കാര്യം അവസാനിക്കും. അതേസമയം റോം എന്ന് പറയുന്നത് എന്താണ്, നോൺ വോളറ്റൈലാണ്. പവർ കൊടുത്താലും ഇല്ലെങ്കിലും അവൻ എന്ത് ചെയ്തോളും, അവൻ്റെ പണി നോക്കി അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ എന്ത് ചെയ്തോളും, അവൻ പണിയെടുത്തോളും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചത്. ഈ താഴെ തന്നിട്ടുള്ളതിൽ താൽക്കാലികമായിട്ടുള്ള പവർ പോയാൽ തട്ടിപ്പോകുന്ന മെമ്മറി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്, റാം ആണ്. ബാക്കി ഈ പ്രോം ആയാലും റോം ആയാലും പ്രോം ആയാലും എങ്ങനത്തെ മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ബാക്കിയുള്ള റോമുകൾ എന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ മക്കളെ നിങ്ങളൊരു ചെറിയ കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റോമിൻ്റെ ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മളിപ്പോൾ റാം പറയുമ്പോൾ എസ് റാം ഉണ്ട്, സ്റ്റാറ്റിക് റാം ആണ്, ഡി റാം ഉണ്ട്, ഡൈനാമിക് റാം ആണ്, ആർ ഡി റാം ഉണ്ട്, റാം ബസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എപ്പോഴും റോം എന്ന് ചോദിക്കുന്ന കുറച്ച് ഫുൾ ഫോംസ് ആണ് ഈ പ്രോം, റോം, പ്രോം തുടങ്ങിയവ. ഇതിന്റെ ഫുൾ ഫോം എന്തിനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് റോം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഈ പ്രോം, റോം, പ്രോം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം റോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എം റോമിൽ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക്ഡ് റോം എന്നാണ്. റോം റീഡ് ഓൺലി മെമ്മറിയാണ്, അതിന് ഞാൻ വീണ്ടും പറയുന്നില്ല. അതിന് മുമ്പിൽ വരുന്ന അക്ഷരങ്ങളുടെ മാറ്റം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എം റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാസ്ക്ഡ് റീഡ് ഓൺലി മെമ്മറിയാണ് എം റോം എന്ന് പറയുന്നത്. അതേസമയം പ്രോം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റോമാണ്. പ്രോഗ്രാമബിൾ P4 എന്താണ്, പ്രോഗ്രാമബിൾ റോമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതുപോലെ ഇ പ്രോം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ പ്രോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റോം തന്നെയാണ്. പക്ഷെ ഇതിൽ ഇ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ്. മക്കളെ മാറിപ്പോകരുത്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ്. നമ്മൾ എം റോം പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് പ്രോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റോമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇ പ്രോം ആണ് പറഞ്ഞു തന്നത്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇറേസബിൾ പ്രോം ആണെന്ന് പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് ഇ പ്രോം എന്ന് പറയുന്നത്. അത് ഇറേസബിൾ പ്രോം തന്നെയാണ്, പക്ഷെ ആദ്യത്തെ ഇ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, ഇലക്ട്രിക്കൽ ആയിട്ട് വരും. ടു മച്ച് ഓഫ് ഡാറ്റ ആയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതെല്ലാം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളോട് ചോദിച്ചത് താഴെ തന്നിട്ടുള്ള വോളറ്റൈൽ മെമ്മറി എന്താണ് എന്നുള്ളതായിരുന്നു. ഒരു പാവം ചോദ്യമായിരുന്നു, പക്ഷെ നമ്മളതിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചു. വോളറ്റൈൽ മെമ്മറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം ആണ്. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്, പവർ പോയാലും അവന് പവർ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നതാണ് റോമിൻ്റെ കുറച്ച് ടൈപ്പ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ടൈപ്പുകൾ നമ്മൾ പഠിച്ചു തുടങ്ങി. ആദ്യം നമ്മൾ നോക്കിയത് എം ആണ്. എം ഈസ് ഫോർ മാസ്ക്ഡ് റോം എന്ന് നമ്മൾ പറഞ്ഞു. പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റോമാണ്. P4 പ്രോഗ്രാമബിൾ റോമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇ പ്രോം വന്നു. ഇ പ്രോം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു E4 ഇറേസബിൾ പ്രോമാണ്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറി ആണല്ലോ, അതിൽ നമുക്ക് പിന്നെ മായ്ക്കാനും വീണ്ടും എഴുതാനൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ മായ്ക്കാൻ പറ്റി തുടങ്ങിയ പരിപാടിയാണ് എവിടെ വരുന്നത്, ഈ പ്രോമിൽ വരുന്നത്. ആദ്യം ഇത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതായി, പിന്നെ പ്രോഗ്രാം ചെയ്ത് മായ്ക്കാൻ പറ്റുന്നുള്ളതായി. അതാണ് ഇറേസബിൾ പ്രോം എന്ന് പറയുന്നത്. ഈ ഇറേസബിൾ പ്രോമിൽ സാധനങ്ങൾ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് UV റേസ് ആയിരുന്നു. അതിലുള്ള ഡാറ്റ ഇറേസിന് യൂസ് ചെയ്തിരുന്നത് UV റേസ് ആയിരുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇ പ്രോം വന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഇ പ്രോം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇറേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഘട്ടമായിട്ടുള്ള ഒരു റോമിന്റെ എവല്യൂഷനാണ് ഇതെന്ന് പറയുന്നത്. പ്രോമിൽ നിന്ന് ഈ പ്രോമിലേക്ക്, ഈ പ്രോമിൽ നിന്ന് ഈ പ്രോമിലേക്ക് എന്ന് പറയുന്നത് കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഫുൾ ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം എന്ത് ചെയ്യാറുള്ളതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഇതിന്റെ നേരെ റിവേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കഥ മൊത്തം പറഞ്ഞതാണ്. റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോളറ്റൈൽ ആണെന്നും റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ വോളറ്റൈലും ആണെന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. റോം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ ബാക്കിയുള്ളതിനൊന്നും ബോധേടാവേണ്ട കാര്യം പോലും ഇല്ല. റോം എന്ന് പറയുന്നത് എന്ത് മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറി ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇ പ്രോം? ഇതിനെ പറ്റിയാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇ പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, ഇ പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോം ആണ് ആദ്യം. പ്രോഗ്രാമബിൾ റോമാണ്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അത് തന്നെ എത്ര ഉണ്ട് നോക്കിയേ, പ്രോഗ്രാം റിവൈസ് ഓൺലി മെമ്മറി അല്ല, പ്രോഗ്രാമബിൾ റിട്രീവ് ഓൺലി മെമ്മറി അല്ല, പ്രോഗ്രാം റീറൈറ്റബിൾ ഓൺലി മെമ്മറി അതുമല്ല. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നുള്ളത് മാത്രം നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് E4 ഇറേസബിൾ ആണ്. ഇനിയും ഒരു ഇ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണെന്നും എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദേ പിടിച്ചോ അടുത്ത ചോദ്യം. നോൺ വോളറ്റൈൽ മെമ്മറി ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് ക്യാൻ റീറ്റെയിൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക മെമ്മറിയാണ് അല്ലേ. പവർ പോയ എന്ത് ചെയ്യും, അവൻ്റെ പവർ പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
അപ്പോൾ നോൺ വോളറ്റൈൽ ആണെങ്കിൽ എന്താണ്, സ്ഥിരമാണ്. പവർ പോയാലും അവൻ എന്ത് ചെയ്യണം, അവനവിടെ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നോൺ വോളറ്റൈൽ മെമ്മറി ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് ക്യാൻ റീറ്റെയിൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് നോട്ട് പവേർഡ്. അത്രയല്ലേ ഉള്ളൂ. പ്രോസസ്ഡ് അല്ല, ഇന്റർമീഡിയറ്റ്ലി പവേർഡ് അല്ല, പവർ ഇല്ലെങ്കിൽ കൂടി, നോട്ട് പവേർഡ്, പവർ ഇല്ലെങ്കിൽ കൂടി അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ റീറ്റെയിൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ കപ്പാസിറ്റി ഓഫ് എ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് ഈസ്. ഇത് പലപ്പോഴും തിരിച്ച് ചോദിക്കാറുണ്ട്. ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടുന്ന ആൻസർ ആണ് ഇതെന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൽ തന്നെ തന്നിരിക്കുന്ന 3.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അതിന്റെ മെമ്മറി എത്രയാണ്? GB TB എന്നൊന്നും പറയരുത്. ഇത് പണ്ട് ഒരു കാലത്ത് ഒരിടത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ 3.5 ഇഞ്ച് ഇവിടെ ഇഞ്ച് ഫ്ലോപ്പിയുടെ, ഇഞ്ച് ഫ്ലോപ്പിയുടെ സൈസ് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ മെമ്മറി എന്ന് പറയുന്നത് 1.44 MB ആണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ഫ്ലോപ്പിയുടെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചും അതിന്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 1.44 MB ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, എന്നിരിക്കലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്കിന്റെ ഫാദർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അലൻ ഷൂഗർട്ട് എന്നാണ്. അലൻ ഷൂഗർട്ട് എന്നുള്ള ആളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഫ്ലോപ്പി ഡിസ്കിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പോൾ ഫ്ലോപ്പി ഡിസ്കിന്റെ പിതാവ് അലൻ ഷൂഗർട്ട് ആണ്. സൈസ് 3.5 ഇഞ്ചാണ്. അതിലെ മെമ്മറി എന്ന് പറയുന്നത് 1.44 MB ആണെന്നും കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇമ്പാക്ട് എ കമ്പ്യൂട്ടേഴ്സ് ജനറൽ പെർഫോമൻസ്. ഒരു കമ്പ്യൂട്ടറിന്റെ ജനറൽ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാത്ത താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് സൈസ് ഓഫ് ദ ഗ്രാഫിക്സ് കാർഡ് ആണോ, CPU സ്പീഡാണോ, റാം സൈസ് ആണോ, ഹാർഡ് ഡിസ്ക് സ്പീഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം, ജനറൽ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാത്ത ഉത്തരം എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. ഗ്രാഫിക്സ് കാർഡ് നമുക്കറിയാം ഗെയിമേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഹെവി ലോഡൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം വരുന്നത്. നമ്മളെപ്പോലെ സാധാരണ ഉപയോഗങ്ങൾക്കൊന്നും എന്തില്ല, ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യമില്ല എന്ന് കരുതി അത് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റില്ല. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്യും, അത് പെർഫോം ചെയ്യും. പക്ഷേ കമ്പ്യൂട്ടറിന്റെ ജനറൽ പെർഫോമൻസിന് ഇമ്പാക്ട് ചെയ്യാത്തെന്ന് പറയുമ്പോൾ ഒരു ബേസിക് ലെവലിലുള്ള കമ്പ്യൂട്ടർ, ഒരു സാധാരണക്കാരൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വേരിയബിൾ ആയിട്ട് വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതിലെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, CPU സ്പീഡും റാമിന്റെ സൈസും ഹാർഡ് ഡിസ്കിന്റെ സ്പീഡും ഒക്കെ പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാൻ പറ്റില്ല, സൈസ് ഓഫ് ദ ഗ്രാഫിക്സ് കാർഡ് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ പൂർണ്ണമായും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ തന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന ഗ്രാഫിക്സ് കാർഡിന്റെ സൈസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനത് പിക്ക് ചെയ്യുന്നത്. അല്ലാതെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന്റെ സൈസ് കൂടുമ്പോൾ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് കൂടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടും, ഉറപ്പായിട്ടും കൂടും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു എസെൻഷ്യൽ സാധനമല്ല, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അത്യാവശ്യമുള്ള കാര്യമല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ആൻസർ നമ്മൾ പറയുന്നത്. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ആൻ എൻറ്റയർ പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഈസ് കോൾഡ്. മൊത്തത്തിലുള്ള പ്രോഗ്രാമിനെ, അതായത് മൊത്തത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെ മുഴുവനായിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പേരെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു ലാംഗ്വേജിന്റെ രൂപത്തിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നവരെ നമ്മൾ വിളിക്കുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ്. അതായത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നവരെ നമ്മൾ എന്ത് വിളിക്കും, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വിളിക്കും. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് പ്രധാനമായും 3 തരത്തിലുള്ളതാണ്. 1 അസംബ്ലർ, 2 ഇന്റർപ്രറ്റർ, 3 കമ്പൈലർ. അസംബ്ലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ നിൽക്കുന്നില്ല, ഭയങ്കര വലിയ ക്ലാസ് ആയിപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക, കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതാണ്. അസംബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ എന്താക്കി മാറ്റും, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും. അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രറ്റർ ആയാലും കമ്പൈലർ ആയാലും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. മാറിപ്പോവരുത്. ഇന്റർപ്രറ്റർ ആയാലും കമ്പൈലർ ആയാലും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ എന്താ അവരുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പരിപാടി ചെയ്യുക. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജ് ആക്കുന്നത് ലൈൻ ബൈ ലൈൻ ആണ്. അതേസമയം കമ്പൈലർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ഓർക്കാൻ പറയുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് കമ്പൈലറും ലൈൻ ബൈ ലൈൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇന്റർപ്രറ്ററും ആണെന്ന് ഓർത്ത് വയ്ക്കാനാണ് എന്ത് ചെയ്യുക പറയുക. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടോ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എൻ്റയർ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് സാധനം ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റയർ പ്രോഗ്രാം
പ്രോഗ്രാമിനെ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് കമ്പൈലർ. ഇന്റർപ്രറ്റർ ആവുമായിരുന്നു എപ്പോഴാണെങ്കിൽ കൺവേർട്സ് എ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് എ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ഇൻ ടു മെഷീൻ ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താവുമായിരുന്നു? ഇന്റർപ്രറ്റർ ആവുമായിരുന്നു. പക്ഷെ എൻ്റയർ പ്രോഗ്രാം എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ എന്തായിട്ട് എടുക്കണം? കമ്പൈലർ ആക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തു വെക്കുക, ഈ പറയുന്ന കമ്പൈലർ ആയാലും അസംബ്ലർ ആയാലും ഇന്റർപ്രറ്റർ ആയാലും എല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്, സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഈ മോണിറ്റർ, സ്പീക്കർ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. കമ്പൈലർ എന്നും ഇന്റർപ്രറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഹാർഡ്വെയർ സാധനം എന്ന് വിചാരിക്കും. അല്ല, ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സാധനങ്ങളാണ് പഠിച്ചത്. അസംബ്ലർ ആണെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, ഇന്റർപ്രറ്റർ ആണെങ്കിലും കമ്പൈലർ ആണെങ്കിലും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് വേണ്ട, നമ്മുടെ C++, ജാവ, പൈത്തൺ പോലത്തെ എല്ലാ ലാംഗ്വേജസിനെയും നമ്മൾ എന്താ പറയുക? ഹൈ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുക. ഇന്റർപ്രറ്ററും കമ്പൈലറും ഹൈ ലെവലിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും, കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഭാഷയിലോട്ട് മാറ്റും. പക്ഷെ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈനും കമ്പൈലർ കംപ്ലീറ്റ് ആയിട്ടാണ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് വരിക? ഓപ്ഷൻ 3 കമ്പൈലർ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഡസ് എ കമ്പ്യൂട്ടർ യൂസ് ടു പ്രോസസ് ഡാറ്റ? കമ്പ്യൂട്ടർ ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ബേസിക്കും അല്ല, കൊബോളും അല്ല, വിൻഡോസ് അല്ല. കമ്പ്യൂട്ടർ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്നത് 1s ഉം 0s ഉം ആണ്. ആൻഡ് ദേ ആർ നോൺ ആസ് ബൈനറി. ബൈനറി ഡിജിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? 1 0 വെച്ച് കംപ്രൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത് ബൈനറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഷ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈ ലെവൽ ലാംഗ്വേജ്? ഓൾറെഡി ഞാൻ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPP, പൈത്തൺ, ജാവ, C, പേൾ ഇതുപോലത്തെ ലാംഗ്വേജസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ CPP ഉണ്ട്, ജാവ ഉണ്ട്, C ഉണ്ട്. ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഏത് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ല? മെഷീൻ ലാംഗ്വേജ് അല്ല. മെഷീൻ ലാംഗ്വേജ് എന്താണ്? അതൊരു വേറെ കാറ്റഗറി തന്നെയാണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വെർ ഫോർട്രാൻ ആൻഡ് കൊബോൾ ലാംഗ്വേജസ് ഫസ്റ്റ് യൂസ്ഡ്? കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ വാക്യൂം ട്യൂബ്, IC, AI എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതിലൊരു എക്സ്ട്രാ സാധനമാണ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്നിരിക്കലും പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പഠിക്കാം. കമ്പ്യൂട്ടറിന്റെ ഏത് ജനറേഷനിലാണ് ഫോർട്രാൻ, കൊബോൾ എന്നീ പറയുന്ന 2 ഭാഷകൾ ആദ്യമായി ഉപയോഗിച്ച്? ഇതിൽ പലതും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സ്പെസിഫിക് ആയിട്ട് എന്ത് ചോദിച്ചേക്കുന്നത്? ആദ്യമായി ഉപയോഗിച്ചെന്ന് ചോദിച്ചേക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫോർട്രാനും കൊബോളും എന്ന് പറയുന്ന 2 ഹൈ ലെവൽ ലാംഗ്വേജസ്. ഫോർട്രാൻ ആയാലും കൊബോൾ ആയാലും എന്ത് തന്നെയാണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഇത് രണ്ടും ആദ്യമായി ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡ് ജനറേഷനിലാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഫോർട്രാന്റെ ഫുൾ ഫോം നമുക്ക് നോക്കണം. അത് തന്നെയാണ് അടുത്ത ചോദ്യം. സോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പറഞ്ഞുതരാം. ഫോർട്രാൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഷയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ പറയാറുള്ള ഒരു ഉത്തരമാണ് ഇതെന്ന് പറയുന്നത് ഫോർട്രാൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ജോൺ ബാക്കസ് എന്നാണ്. അറിയുന്നവരുണ്ടാവും, അറിയില്ലെങ്കിൽ ഓർത്തു വെക്കുക. അറിയുന്നവരാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. ജോൺ ബാക്കസ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ഫോർട്രാൻ എന്ന് പറയുന്ന ഭാഷ കണ്ടുപിടിച്ചത്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അധികം അങ്ങനെ കാണാറുള്ളതല്ല. CO, CPP പോലെ ആര് കണ്ടുപിടിച്ചു എന്ന് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറില്ല. ഷോർക്കണ്ട് എന്നൊരു ഭാഷ തന്നെയാണ്. ഫോർട്രാൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ബാക്കസ് ആണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഫോം ഓഫ് ഫോർട്രാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫോർട്ടിറ്റ്യൂഡ് ട്രാൻസ്ലേഷനും അല്ല, ഫിക്സ് പ്രോ ട്രാൻസ്ലേഷനും അല്ല, ഫോറിൻ ട്രാൻസ്ലേഷൻ അല്ല. ദ ആൻസർ ഈസ് ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഫോർട്രാന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ 2 ഭാഷകൾ ഫോർട്രാനും കൊബോളും ആയിരുന്നു അല്ലെ. അതിൽ ഈ ഫോർട്രാൻ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഫോർമുല ട്രാൻസ്ലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ ഒപ്പം തന്നെ നമ്മൾ എന്തുകൂടെ പറയണം? ഈ പറയുന്ന കൊബോളിന്റെ ഫുൾ ഫോം നമ്മൾ പറയണ്ടേ? കൊബോളിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എപ്പോഴും ചോദിക്കാറുള്ള ഫുൾ ഫോമുകളിൽ 2 ഫോർട്രാനും കൊബോളും. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ തന്നെ എത്ര അബ്രീവിയേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഫുൾ ഫോം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം. അത്രയധികം ഫുൾ ഫോം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ കൊബോളിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കൊബോളിന്റെ ഫുൾ ഫോം എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഫോർട്രാന്റെ ഫുൾ ഫോം എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ. കൊബോളിന്റെ ഫുൾ ഫോം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ CPP അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ് അറ്റ് AT&T ബെൽ ലബോറട്ടറീസ്. ഇതൊരു ചോദ്യമായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എവിടെയാണത് ഡിസൈൻ ചെയ്തത്, ഡെവലപ്പ്
ഡെവലപ്പ് ചെയ്തത് AT ആന്റിബെൽ ലബോറട്ടറീസിലാണ്. ഇൻ ദ ഏർലി ഡാഷ് ബൈ ജാൻ സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് CPP കണ്ടുപിടിച്ചു നമ്മൾ വിശ്വസിക്കുന്നല്ല, അദ്ദേഹം തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഇനിയും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഒന്ന് AT ആന്റിബെൽ ലബോറട്ടറീസ്, രണ്ട് ഈ ജാൻ സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന വ്യക്തി. ഇത് ഏത് വർഷത്തിലാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിരിക്കുന്നത്. 80s ആണോ, 90s ആണോ, 60s ആണോ, 70s ആണോ എന്നുള്ളതാണ്. വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം സ്ഥിരം ചോദിക്കുന്നത് ഈ AT ആന്റിബെൽ ലബോറട്ടറീസും ഈ കണ്ടുപിടിച്ച ആളുടെ പേരുമാണ് ചോദിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഏത് വർഷം എന്നുള്ളതാണ്. ദ ആൻസർ ഈസ് 1980s. വന്ന ചോദ്യമായതുകൊണ്ട് ഞാൻ ഇടുന്നു. ഒരുപക്ഷെ ഇനിയും വന്നാൽ എന്ത് ചെയ്യണം, നിങ്ങളത് കിട്ടാനായിട്ട് ഞാനിത് പറയുന്നു. അപ്പോൾ CPP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് AT ആന്റിബെൽ ലബോറട്ടറീസിൽ ഡെവലപ്പ് ചെയ്തു. അത് ഈ പറയുന്ന വ്യക്തി, ഞാൻ ഇനിയും പറഞ്ഞതിൻ്റെ നാക്കുളിപ്പിക്കുന്നില്ല, അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. 1980s എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DDL ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ലോകത്തിൽ DDL എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുൾ ഫോമുകളുടെ ബഹളാണ് അല്ലേ. DDLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജുകൾ എന്നാണ് എന്ത് ചെയ്യുന്നത്, DDL വരുന്നത്. ഈ DDL നമ്മുടെ ഡാറ്റാബേസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. DDLന്റെ ഫുൾ ഫോം എന്തായാലും ഓർത്ത് വെക്കുക. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് ഫുൾ ഫോം. ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് DDL എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഇൻ കമ്പ്യൂട്ടർ ഫീൽഡ് വാട്ട് ഡസ് LIFO സ്റ്റാൻഡ്സ് ഫോർ? LIFO എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ LIFO എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ, ലെഫ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ, ലാസ്റ്റ് ഇൻ ഫിനിഷ് ഔട്ട് ആണോ, ലോസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ LIFOയ്ക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. അവന്റെ പേര് FIFO എന്നാണ്. കമ്പ്യൂട്ടർ അൽഗോരിതാണ്. FIFO ആയാലും LIFO ആയാലും എന്താണ്, അൽഗോരിതാണ്. FIFOന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ LIFOന്റെ ഫുൾ ഫോം എന്തായിരിക്കണം? LIFOന്റെ ഫുൾ ഫോം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. എന്തെന്ന് പറയുന്നത്, LIFOന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് പറയാം. അതായത് മക്കൾ, ഒരു ക്യൂ, ഇതിപ്പോൾ ഒരു സിനിമാ തിയേറ്ററാണെന്ന് വിചാരിക്കട്ടെ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരു 3-4 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് ആദ്യം ടിക്കറ്റ് കിട്ടുക? ഈ ആദ്യം വന്ന ആൾക്കാണ് ടിക്കറ്റ് കിട്ടുക. ഇങ്ങനെയല്ലേ ആദ്യം വന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻ വന്ന ആൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഔട്ടായി അല്ലേ. അത് കഴിഞ്ഞ് അടുത്ത ആൾ വരും, അയാൾ ഔട്ടാവും. അടുത്ത ആൾ വരും, അടുത്ത ആൾ ഔട്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ആൾ വരും, അടുത്ത ആൾ ഔട്ടാവും. അപ്പോൾ ആദ്യം കയറുന്ന ആൾ ആദ്യം ഔട്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, FIFO അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഒരു ക്യൂ, എന്തിന് നിൽക്കുന്ന ഒരു ക്യൂ ആയാലും എന്തിന് എക്സാമ്പിൾ ആണ്, FIFOയ്ക്ക് എക്സാമ്പിൾ ആണ്. അതേസമയം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡപ്പിക്കകത്ത് ഇപ്പം ഞാനൊരു 4 ബോൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. 1 ബോള്, 2 ബോള്, 3 ബോൾ, അല്ലെങ്കിൽ 3, അതിനുള്ള സ്ഥലമുള്ളൂ. 3 ബോൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞ കൺഫ്യൂഷനോ, ഞാനത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു 3 ബോൾ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ആദ്യം ഞാനൊരു ബോൾ ഇട്ടു, അടിയിൽ പോയി. രണ്ടാമതൊരു ബോൾ ഇട്ടു, അതിൻ്റെ മേലെ വന്നു. മൂന്നാമതൊരു ബോൾ ഇട്ടു, അതിൻ്റെ മേലെ വന്നു. നാലാമതൊരു ബോൾ ഇട്ടു, അതിൻ്റെ മേലെ വന്നു. ഇനി ഇതൊന്ന് ഞാൻ ആദ്യം എടുക്കണമെങ്കിൽ എനിക്ക് ആദ്യം കിട്ടുന്ന ബോൾ ഏതായിരിക്കും? ഈ 4ാമത്തെ ബോളായിരിക്കില്ലേ എനിക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റുക. അപ്പം ലാസ്റ്റ് ഇന്നായ ആളല്ലേ ആദ്യം പുറത്തു വന്നത്. അതാണ് ഇതെന്ന് പറയുന്നത് LIFO അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ 3 വരും, പിന്നെ 2 വരും, പിന്നെ 1 വരും അല്ലേ. അപ്പം LIFO എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും, FIFO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. FIFO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂ നിൽക്കുന്നത് ആലോചിക്കുക. LIFO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തരത്തിലുള്ള ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് അറ്റ് എ ടൈം ഒരു ബോൾ മാത്രം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനും ആലോചിക്കുക. അപ്പോൾ അതാണ് LIFO. അപ്പോൾ LIFOന്റെ ഫുൾ ഫോം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFOന്റെ ഫുൾ ഫോം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ ഈ ക്ലാസ്സിൽ അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ASCII? ASCIIയുടെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് അബ്രീവിയേഷൻ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അധികം ഒന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ASCIIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞില്ല, ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ സെഷൻസൂടെ വേണമെങ്കിൽ നിങ്ങൾ ദയവേത് അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സെഷനുകൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ PDF കാര്യങ്ങളും കിട്ടുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.